ആയിട്ട് എന്താ പറയുക സന്തോഷമായിട്ട് എന്താ പറയുക മറ്റുള്ളവരോട് നമ്മൾ ഇരിക്കുന്ന കാലം വരെ മറ്റുള്ളവരുടെ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കാതെ സന്തോഷകരമായി എന്താ പറയുക മുന്നോട്ട് ജീവിക്കാൻ നോക്കുക. എപ്പോഴും പോസിറ്റീവ് തിങ്കോടുകൂടി അതിപ്പോൾ ഒരു വീട്ടിലെ ആരായാലും ശരി, നമ്മൾ ആ എഴുന്നേൽക്കുന്ന ആ ഒരു ഡേ മോർണിംഗ് വെച്ചിട്ട് എഴുന്നേൽക്കുന്ന ആ ഒരു ദിവസം നമ്മൾ എങ്ങനെയായിരിക്കും എഴുന്നേൽക്കുന്നത്, അതായിരിക്കും നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ ഫുള്ള് എനർജി ഇതാണ് ഉണ്ടാവുക അല്ലെ. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അതായത് നമ്മൾ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതേ ഉണ്ടാവത്തുള്ളൂ. അതല്ലാതെ ചുമ്മാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇതാവുന്ന ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ നോക്കുക, പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പലരും അതെ എന്താ പറയാ ആവശ്യമില്ലാതെ ഓരോരുത്തരും ഓരോരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ചില ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോ നോക്കിയാലും അയ്യോ എന്തടാ ഇത്, അല്ലെങ്കിൽ എപ്പോഴും അതായത് മറ്റുള്ളവരെ പറ്റി അതായത് എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്താ പറയാ ലൈഫിലോട്ട് കയറി അവരെ പറ്റി ഒരു നല്ലതും പറയാനുണ്ടാവില്ല, കുറ്റങ്ങൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഇതാവുക, അങ്ങനെയൊക്കെ ഇതിനെയാണ് നമ്മൾ ഈ നെഗറ്റീവ് എന്ന് പറയാ അല്ലെ. അപ്പൊ നെഗറ്റീവ് സൈഡ് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ആയിട്ടിരിക്കണം അല്ലെ. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലോട്ട് കയറിയിട്ട് അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ചെറിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇതായിക്കൊണ്ടിരിക്കുക, അതിനൊക്കെയാണ് നമ്മൾ ഈ നെഗറ്റീവ് വൈബ് എന്ന് പറയാം അല്ലെ. അപ്പൊ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവർ അയ്യോ നമ്മൾ നന്നായിട്ടില്ലെങ്കിലും മറ്റുള്ളവർ നന്നായി കാണണേ, അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിച്ച് കാണണേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ പലരും ചിന്തിക്കുന്ന കാര്യമാണ് അതല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും താഴ്ച ഉണ്ടാവത്തില്ല. അതായത് ഇപ്പൊ ഞാൻ നന്നായില്ലെങ്കിലും മറ്റൊരാൾ നന്നാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്നും നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. അതല്ലാതെ ഓ ഞാൻ നന്നായിട്ടില്ല അല്ലെ, എന്റെ ജീവിതം ഇങ്ങനെയാണ്, അവര് മാത്രം എങ്ങനെയാ സുഖിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ ജീവിക്കാൻ നിൽക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതൊക്കെ നമ്മൾ തിങ്ക് ചെയ്യില്ലേ. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. നമ്മളുടെ ഒരു എതിരിയാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ജീവിച്ച് കാണണേ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം എന്നും നല്ല രീതി മാത്രമേ കൊണ്ടെത്തിക്കുള്ളൂ. ഒരിക്കലും ദൈവം നമ്മളെ താഴത്തോട്ട് വിടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചില എന്താ പറയുക കുടുംബങ്ങളായാലും ശരി, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലായാലും ശരി, ഒരുപാട് ഈഗോസ് അല്ലെങ്കിൽ നെഗറ്റീവ്സ്, ഇവിടെ പറയുന്നത് അവിടെ പോയി പറയുക, അവിടെ പറയുന്നത് ഇവിടെ പോയി വന്ന് പറയുക, എന്നിട്ട് അവരെ തമ്മിൽ കൂട്ടി എന്താ പറയുക അടി കൂടിപ്പിക്കുക, അങ്ങനെ ഉണ്ടാവും. അതല്ലാതെ ഫാമിലിക്കുള്ളിലും ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിന് രണ്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉണ്ടാവില്ല. പക്ഷെ നമ്മളായിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതൊരു നെഗറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതാക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് സ്വന്തമായി പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരിക്കലും എന്താവാതിരിക്കുക. നമ്മൾ എപ്പോഴും വീട്ടിൽ എപ്പോഴും ഞാൻ പറയട്ടെ, ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആരെയും വെറുപ്പിക്കാതെയും. നമ്മുടെ ഒരു വീടെന്ന് പറഞ്ഞാൽ എന്താണ്, രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി എന്താ പറയുക വീട് എല്ലാം നല്ല വൃത്തി വെടുപ്പോട് കൂടിയൊക്കെ നമ്മൾ വെച്ച് ദൈവത്തിനെയൊക്കെ തൊഴുത് നമ്മളും അതേപോലെ തന്നെ നല്ല എന്താ പറയുക കുറച്ച് അത്യാവശ്യം നമ്മളുടെ കെയർ ഒക്കെ നോക്കി നമ്മൾ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ഭംഗിയൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, പിന്നെ ബാഡ് വേർഡ്സുകൾ അധികം യൂസ് ചെയ്യാതൊക്കെ വീട്ടിലിരിക്കുക, എപ്പോൾ നോക്കിയാലും വീട്ടിലിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പൊതുവെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല പോസിറ്റീവ് എനർജിയോട് കൂടിയും നല്ല പോസിറ്റീവ് വൈബോട് കൂടിയും എപ്പോഴും നമ്മൾ ഇരിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് എന്താ പറയാ നമുക്ക് കഞ്ഞി കുടിക്കാൻ എന്നൊക്കെ പറയില്ലേ. ഞാനതൊരു ഇത് പറഞ്ഞാണെങ്കിൽ ഇതിനെടുത്താരും ഒന്നും ഇതാക്കാൻ നിൽക്കണ്ട, കഞ്ഞി കുടിച്ചോട്ടെ, നമുക്ക് സന്തോഷമായിട്ട്, അതായത് കഞ്ഞി കുടിച്ചാലും അത് സന്തോഷമായിട്ട് ഇരിക്കാന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് ഫീൽ നമുക്ക് എന്നും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമ്മൾ എപ്പോൾ നോക്കിയാലും വീടുകളിൽ എന്താ പറയുക ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, പിന്നെ എന്താ പറയുക ചിലവർ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് വന്ന് വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പിന്നെ എന്താ പറയുക അങ്ങനെ ഓരോരുത്തരും ഓരോരോ രീതികളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതികളിലോട്ടൊന്നും പോവാതെ നമ്മൾ എന്നും നല്ല സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും എന്താ പറയാ നല്ല
പോസിറ്റീവ് എനർജിയോട് കൂടി നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ തിങ്കിങ് എന്തായിരിക്കുമോ അതായിരിക്കും നമ്മളെ അന്നത്തെ ദിവസം മുഴുവൻ കൊണ്ടുപോകും. ഓക്കെ, നമ്മളത് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല സന്തോഷമായിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈശ്വര ഇന്നത്തെ ദിവസം നല്ലതായിട്ട് തീരണേ, നമുക്ക് ഒരു ഇതും വരരുതേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിങ്ക് ചെയ്തിട്ട് എഴുന്നേൽക്കാന്നുണ്ടെങ്കിൽ നമുക്കന്ന് ഭയങ്കര പോസിറ്റീവ് വൈബും പോസിറ്റീവ് എനർജിയൊക്കെ ആയിരിക്കും അല്ലെ. അതല്ലാതെ അയ്യോ എൻ്റെ ഇന്നത്തെ ദിവസം പോയേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ ദിവസം എന്നും പോവുള്ളൂ. അത് നമ്മളും കൂടെ അതാണ് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളാണ് തിങ്ക് ചെയ്യേണ്ടത്. അതായത് എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും മാക്സിമം നമ്മൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. ഇത് പറ്റോ ഇല്ലേ എന്നല്ല, നമ്മൾ അയ്യേ ഇത് നടക്കുമോ അതൊന്നുമില്ല അങ്ങനെ ചിന്തിക്കാതെ നല്ല അടിപൊളി പോസിറ്റീവ് വൈബോട് കൂടി തന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലോട്ട് അറിയാതെ ദൈവം വന്ന് പോവും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് ഒരു വീടെന്ന് വെച്ചാൽ എന്താ വേണ്ടേ, വീട് നല്ല വൃത്തി ഭംഗിയാക്കി വെക്കുക. അതേപോലെ നമ്മളും അതിൻ്റെ കൂടെ ഭംഗിയായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കുക. നല്ല എന്താ പറയുക, എപ്പോഴും എന്താ പറയുക വിഷമകരമായ സിറ്റുവേഷനിലേക്കൊന്നും കൊണ്ടുപോകാതെ നമ്മൾ തന്നെ നമ്മളെ പോസിറ്റീവ് എനർജി ഫസ്റ്റ് ഒന്ന് കയറ്റണം. അതായത് നമുക്കിപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ കൊണ്ടുവന്നാലേ നമ്മുടെ ആ ഒരു ദിവസം ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ അല്ലേ. എടുത്ത ഉടനെ എപ്പോഴും നമ്മളിങ്ങനെ വിഷമിച്ചിട്ടോ വൈബോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആരെങ്കിലും പറ്റി കുറ്റം പറയുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഉണ്ടാവത്തുള്ളൂ അല്ലേ. നമ്മൾ എന്താണോ നമ്മൾ ഇതാവുന്നത് ആ ഒരു ഇതായിരിക്കും നമ്മളുടെ ഇതിലോട്ട് കയറി വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ മാത്രം പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും അങ്ങനെ ഉണ്ടാവത്തുള്ളൂ. അതല്ലാതെ എപ്പോൾ നോക്കിയാൽ ഈ എന്താ പറയുക നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അല്ലെങ്കിൽ ഒരാൾ നന്നാവുന്നത് കാണുന്നത് ഇഷ്ടമല്ലാതെ നമുക്ക് ഈ കണ്ണുക്കടി എന്നൊക്കെ പറയുമല്ലോ, പാലക്കാട് ഭാഷയിൽ അങ്ങനെയാണ് പറയുക. ഇനിയിപ്പോൾ ഓരോരോ ഭാഷകളിലും ഓരോരോ വിധമായിരിക്കും ഓരോരോ ഇതിലും. ഓക്കെ, അപ്പോൾ ഈ കണ്ണുക്കടി, കുശുമ്പ്, അസൂയ അതൊന്നും ഇല്ലാതെ എന്താ പറയുക മറ്റുള്ളവർ നന്നായി കാണുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു സന്തോഷം കൊണ്ടുവരാം. ഓക്കെ, അല്ലാതെ അവർ എനിക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിലോട്ട് നമ്മളൊരു ഇത് കൊണ്ടുവരാൻ നിൽക്കരുത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ എന്താ പറയുക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക്, അതായത് ഞാൻ എന്താ പറയാന്നറിയോ, ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഈ നെഗറ്റീവ് വൈബിലൂടെ പോകുന്ന ആൾക്കാരുടെ കൂടെ ഒരിക്കലും ചേരാതിരിക്കാന്ന് ഞാൻ പറയത്തുള്ളൂ. അത് എന്ത് ബന്ധങ്ങളായിക്കോട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏത് ഇതിലായാലും നമ്മൾ എങ്ങനെയാണോ പോകുന്നത്, നമ്മളൊരു അടിപൊളി പോസിറ്റീവായിട്ട് പോകുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നും പോസിറ്റീവ് മാത്രമേ കിട്ടത്തുള്ളൂ. അതല്ലാതെ ഈ നെഗറ്റീവ് വൈബ് അത് ഇല്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മളും കൂടെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ എത്ര നെഗറ്റീവുള്ള ആൾക്കാരും ഒരു പോസിറ്റീവായി തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. പറ്റായൊന്നുമില്ല, അത് നമ്മൾ ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ചില ആൾക്കാർ അങ്ങനെയാണ് നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മളെ നമ്മൾ അതായത് നമ്മൾ പറയില്ലേ നമ്മൾ കൂടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ നന്നായിരിക്കുന്നത് കാണാനോ അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനൊന്നും ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിലതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിലതിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിട്ടുകൊടുത്ത് നമ്മൾ പോകുന്ന ആൾക്കാർ പലരും ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ശ്രമിക്കും, പക്ഷെ നമ്മളെ പറ്റാത്ത സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അതങ്ങനെ ഒഴിഞ്ഞു വിടും അല്ലേ. അപ്പോൾ ആരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് വൈബ് നമ്മളെ കൂടെ നെഗറ്റീവ് ആക്കും. അപ്പൊ അങ്ങനെ ആരും ഇതാവാതിരിക്കുക. കഴിയുന്നത് നിങ്ങൾ എന്താ പറയുക നല്ല, അതായത് കൂട്ടുകെട്ടുകളായാലും ശരി എന്ത് തന്നെ ആയാലും ശരി, ഇപ്പൊ ഒരു ഫാമിലിക്കുള്ളിൽ ഒരു അച്ഛൻ അമ്മ, അതായത് അമ്മായച്ഛൻ അമ്മായിമ്മ, അല്ലെങ്കിൽ ഒരു മരുമകൾ ഒരു ഹസ്ബൻഡ് മകൻ എന്നൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഈ നെഗറ്റീവ്സ് ഒന്നും പറയാതെ എന്തുണ്ടെങ്കിലും നമ്മൾ ഓപ്പണായിട്ട് അവരുടെ ഫ്രണ്ടിൽ നിന്ന് പറയുക. അതല്ലാതെ നെഗറ്റീവ്സ് ആയിട്ട് ബാക്കിൽ നിന്ന് അത് ഇതും പറയുക, അല്ലെങ്കിൽ അവരെ കുത്തി നോവിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഡബിൾ ഇരട്ടി ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ പലതും എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്നെയൊക്കെ ചില വിഷമിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് അവർ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും നമ്മൾ അറിയുന്നുണ്ട്. അത് അപ്പോഴേക്കും നമ്മൾ പറയില്ലേ, നമ്മൾ എന്താണോ, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എന്നും ദൈവം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ എന്താ എല്ലാവരും ചിന്തിക്കുക. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ നശിച്ചു പോയാലും മറ്റുള്ളവർ നന്നായി കാണണേ എന്നുള്ളൊരു ആഗ്രഹം മാക്സിമം എല്ലാവരും മനസ്സിൽ വെക്കുക. കാരണം ആ ഒരു പോസിറ്റീവാണ് നമുക്ക് എന്നും വേണ്ടത്.
അതല്ലാതെ നമ്മൾ മാത്രം ഇതായിരിക്കണം, അവൻ നശിച്ചു കാണട്ടെ അല്ലെങ്കിൽ അവൾ നശിച്ചു കാണട്ടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ആപത്ത്. മാക്സിമം നിങ്ങളൊക്കെ അങ്ങനെ ഇതാവാൻ നോക്കുക. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അത് ഏത് കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ് ആയാലും ഏത് ഫാമിലി എന്തായാലും ശരി, എന്ത് ബന്ധങ്ങളിലൂടെ ആയാലും ശരി, നമ്മൾ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ചിന്താഗതി ഉള്ളവരുടെ കൂടെ നമ്മൾ പോവുക. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും അതേ സെയിം ഒരു നല്ല ഒരു പോസിറ്റീവും നല്ല ചിന്താഗതിയൊക്കെ നമുക്കുണ്ടാവും. അതല്ലാതെ ഇങ്ങനെ തെറ്റായ രീതികളിലൂടെ ഈ നെഗറ്റീവ്സും കുറ്റങ്ങളും അതും ഇതും കുശുമ്പും അസൂയയും എന്നൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാരോട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്താവും? നമുക്കും അത് തന്നെയാണ് വന്ന് ചേരുക. ഓക്കെ, നമ്മൾ എന്തിനോടാണോ നമ്മൾ ഇതാവുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ എനിക്കെന്തോ ഇന്ന് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞതല്ല. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഇങ്ങനെ ശ്രമിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ട്, എന്താ പറയുക, സന്തോഷമായിട്ട്, എന്താ പറയുക, മറ്റുള്ളവരോട് നമ്മൾ ഇരിക്കുന്ന കാലം വരെ മറ്റുള്ളവരുടെ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കാതെ സന്തോഷകരമായി എന്താ പറയുക മുന്നോട്ട് ജീവിക്കാൻ നോക്കുക. എപ്പോഴും പോസിറ്റീവ് തിങ്കോടുകൂടി, അതിപ്പോൾ ഒരു വീട്ടിലെ ആരായാലും ശരി, നമ്മൾ ആ എഴുന്നേൽക്കുന്ന ആ ഒരു ഡേ മോർണിംഗ് വെച്ചിട്ട് എഴുന്നേൽക്കുന്ന ആ ഒരു ദിവസം നമ്മൾ എങ്ങനെയായിരിക്കും എഴുന്നേൽക്കുന്നത്, അതായിരിക്കും നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ ഫുള്ള് എനർജി ഇതാണ് ഉണ്ടാവുക, അല്ലെ? നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിട്ടോ അങ്ങനെ ഉണ്ടാവാൻ നിൽക്കരുത്. വിഷമങ്ങളും സങ്കടങ്ങളും ഇല്ലാത്തവരായിട്ട് ലോകത്ത് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ ലൈഫിൽ ഓരോരോ പ്രശ്നം. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ഈ തിങ്കിങ്ങിലൂടെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ ഒരു ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കാതിരിക്കാന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോസിറ്റീവ് വൈബോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക. നെഗറ്റീവ് ഉള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ചേരാൻ നിൽക്കരുത്. നെഗറ്റീവ്സ് വൈബ് നിങ്ങളുടെ അതിലോട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പോലും നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് നിങ്ങളോട് പറയണം തോന്നി, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ എന്തൊരു വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ചെലക്കുട്ടീസ്.